Good evening, dear students. Welcome to a lecture series of Electrostatics. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്, എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്നും ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജസിൽ എങ്ങനെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ റെപ്രസെൻറ്റേഷൻ നടത്താമെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്താണ് ചാർജ് ഡെൻസിറ്റി, എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ മൂന്ന് പോസിബിൾ സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്തു. ഒന്നുകിൽ ചാർജ് എന്ന് പറയുന്നത് യൂണിഫോംലി ഒരു ലൈനിൽ സ്പ്രെഡ് ചെയ്ത രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ചാർജ് ഡെൻസിറ്റി, ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ലാംഡ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യും. സോ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് R ഈസ് 1/4πε0 ലൈൻ ഇൻറ്റഗ്രൽ ലാംഡ dl by r square into r cap. If the charge is distributed over a surface uniformly, we can define a quantity. That quantity is called the surface charge density, which is charge per unit area. It is represented by the symbol sigma, and the electric field corresponding to that sheet of charge is E of r is equal to 1/4πε0 surface integral sigma dA prime by r square into r cap. And if the charge is distributed over a volume uniformly, then we can define a quantity. That quantity is called the volume charge density, which is charge per unit volume. It is represented by the symbol rho. Then electric field can be represented as 1/4πε0 volume integral rho d tau prime by r square into r cap. ഇതാണ് നമ്മൾ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സ്പ്രഷൻസ് പറഞ്ഞത്. ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ എന്നിട്ടൊരു എക്സാമ്പിളും കൂടി ചെയ്തിരുന്നു. 2 പോയിന്റ് ചാർജിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ്. നമുക്ക് സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഒരു ലൈൻ ചാർജ് തന്നെ കൺസിഡർ ചെയ്യാം. ഇലക്ട്രിക് ഫീൽഡ് എക്സാമ്പിളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു a line of charge of length 2l with charge density lambda. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. സോ നമുക്ക് തന്നേക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു 2l ലെങ്ത് ഉള്ള ഒരു വയർ തന്നിട്ടുണ്ട്. ലീനിയർ ചാർജ് ഡെൻസിറ്റി ഇവിടെ തന്നേക്കുന്നത് ലീനിയർ ചാർജ് ഡെൻസിറ്റി ഓർ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ഈസ് ലാംഡ. ഇതിൻ്റെ മിഡ് പോയിന്റ് 0 ആണെന്ന് വിചാരിക്കും. O എന്ന് റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു. നമുക്ക് ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഓൺ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിച്ചു. സോ ഈ ഓയിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം ഞാൻ തൽക്കാലത്തിന് Z എന്ന് എടുക്കാൻ പോകും. ഈ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. ഈ ലെങ്ത്തും L ആണ്. ഇതും L ആണ്. സോ നമുക്ക് പറയാം കൺസിഡർ എ ലൈൻ സെഗ്മെന്റ് of length 2l with charge density lambda. Let P be a point at a distance set from the center of the wire, from the center of the line on the perpendicular bisector.
നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി കണ്ടുപിടിക്കണം. ഇതാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ നമുക്കിതെങ്ങനെ ഡിസ്കസ് ചെയ്യാം. ഇവിടെ 2 പോയിന്റ് ചാർജ് അല്ല, തൊട്ട് മുമ്പ് നമ്മളൊരു പ്രോബ്ലം ചെയ്തിട്ടായിരുന്നു 2 പോയിന്റ് ചാർജ് പ്ലസ് ക്യൂ, ഇവിടെ പ്ലസ് ക്യൂ വെച്ചിട്ട് ഡിസ്റ്റൻസ് ഡി എടുത്തിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്തിരുന്നു. ഇവിടെ ചാർജ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കാണ്, യൂണിഫോം ആയിട്ടാണ്. അതായത് അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെറ്റ് ക്യൂ ബി ദ ടോട്ടൽ ചാർജ്, then lambda is equal to q by 2l. ഇതാണ് നമ്മൾ പറഞ്ഞത്. ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ലാംഡ ഇൻറ്റു 2l. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഇതിലെങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഒരു ചെറിയ ഡിഫറൻഷ്യൽ ലൈൻ എലമെൻറ്റ് ഡി എക്സ് പ്രൈം എടുക്കും. ഈ ഒരു ഒറിജിനിൽ നിന്ന് ആ ഡിഫറൻഷ്യൽ ലൈൻ എലമെൻറ്റിലേക്കുള്ള ദൂരം എക്സ് എന്ന് വിചാരിക്കാം. കൺസിഡർ എ ഡിഫറൻഷ്യൽ ലൈൻ എലമെന്റ് ഓഫ് at a distance dx prime എടുത്തു. At a distance x from the dx നിർത്താൻ മതി. At a distance x from the center of the wire, center of the line. നമുക്ക് what is the electric field due to this differential element? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ആദ്യം. എന്താ അങ്ങനെ കണ്ടുപിടിച്ചാൽ ഗുണം? ഈ ഡിഫറൻഷ്യൽ എലമെന്റിന്റെ ഇലക്ട്രിക് ഫീൽഡ്, ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചാൽ മൊത്തം ഇവിടെ തൊട്ട് ഇവിടെ വരെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മൊത്തം ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾക്ക് കിട്ടും, ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. അപ്പോൾ നമ്മളിവിടെ ആദ്യം നമ്മളൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു ഡിഫറൻഷ്യൽ എലമെന്റ് എടുക്കും. ആ ഡിഫറൻഷ്യൽ എലമെന്റിലാണ് നമ്മുടെ എന്താ പറയുക ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക. സോ ഈ ഡിഫറൻഷ്യൽ എലമെന്റിൽ നിന്ന് ഇങ്ങോട്ടൊരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക. അപ്പോൾ ഈ ആംഗിൾ തീറ്റ എന്ന് കിട്ടിയെന്ന് വിചാരിച്ചു. ഇതിനെ ഞാൻ ആർ എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. that will be root of x square plus z square വരും. ഈ കഷ്ണത്തിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ വരും. DE will be in this direction. Okay, you can consider a similar differential element dx at a distance x in the left side. ഇതിന് അതേ ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പോഴത്തെ സൈഡിൽ അതേപോലെ തന്നെ ഒരു ഡിഫറൻഷ്യൽ എലമെന്റ് എടുക്കാം. അവിടേക്കും എക്സ് ദൂരം എന്ന് വിചാരിക്കുക. ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അഗെയിൻ ഇറ്റ് വിൽ ബി r will be root of x square plus z square എന്ന് വരും. ഡിയുടെ ഡയറക്ഷൻ ഇങ്ങനെയും വരും. ഡി എത്ര വരും? ഡി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചാർജ് ഓൺ ഡി എക്സ് എത്ര വരും? ചാർജ് ഓൺ ഡി എക്സ് എത്ര വരും? ഡി എക്സ് മലത്തെ ചാർജ് യൂണിറ്റ് ലെങ്ത്തിന്റെ ചാർജ് ലാംഡയാണ്. അപ്പോൾ ഡി എക്സിന്റെ ചാർജ് എത്ര വരും? ലാംഡ ഡി എക്സ് വരും. അപ്പോൾ നമുക്ക് അതിനെ ഡി ക്യൂ എന്ന് വിളിക്കാം. ചാർജ് ഓൺ ഡി എക്സ് വിച്ച് ഈസ് ഡി ക്യൂ is equal to lambda dx. So what is d? 1/4 pi epsilon naught dq by r square. Distance r ആണ് വരിക. അപ്പോൾ നമുക്ക് 1/4 pi epsilon naught dq lambda dx by x square plus z square. ഇങ്ങനെയാണ് റിലേഷൻ വരിക. ഓക്കെ, which is equation number 1. Okay, ഇവിടെ if you are considering two diametrically opposite lines, നമുക്ക് ഈ ഡീനെ റിസോൾവ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഈ ആക്സിസ് ലൈൻ ഇങ്ങനെ വരച്ചാൽ ഇത് തീറ്റ തന്നെ വരും, ഇതും തീറ്റ വരും. ഈ ഡീനെ റിസോൾവ് ചെയ്യുമ്പോൾ ഇത് വിൽ ബി ഡി സൈൻ തീറ്റ വരും. ഈ ടേം നമുക്ക് ഡി എന്ന് പറയുന്ന വെക്ടറിനെ ഈ
ഈ വെക്ടറിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിട്ട് റിസോൾവ് ചെയ്യാം. അപ്പോൾ ഈ ഡീനെ റിസോൾവ് ചെയ്യുമ്പോൾ ഇത് ഡി സൈൻ തീറ്റ വരും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഡി കോസ് തീറ്റ വരും. സിമിലർലി ഈ ഡീനെ റിസോൾവ് ചെയ്യുമ്പോൾ ഇത് അഗെയിൻ ഡി സൈൻ തീറ്റ വരും. വെർട്ടിക്കൽ കമ്പോണൻറ്റ് അഗെയിൻ ഡി കോസ് തീറ്റ വരും. ഓക്കെ, സോ നിങ്ങൾക്ക് എന്താ പറയാം, ഇഫ് വി ആർ കൺസിഡറിങ് symmetrical differential elements on either sides, എന്ത് സംഭവിക്കും? horizontal components of electric field എന്താ വരിക? അത് ഡി ഇ സൈൻ തീറ്റ. ഇലക്ട്രിക് ഫീൽഡ് cancels each other, whereas vertical components add up. അപ്പോൾ ഡി കോസ് തീറ്റയും ഡി കോസ് തീറ്റ ആഡ് ചെയ്ത് 2 ഇൻറ്റു ഡി കോസ് തീറ്റ എന്ന് വരും. ഡി സൈൻ തീറ്റ ക്യാൻസൽ ചെയ്ത് വരും. അപ്പോൾ നമ്മളുടെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്, നമ്മളിപ്പോൾ ഒരു ഡിഫറൻഷ്യൽ എലമെൻറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിച്ചത്. രണ്ട് സൈഡിലും എടുത്തു. അപ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എത്ര വരും? ഇത് പ്ലസ് എൽ എന്നും ഇത് മൈനസ് എൽ എന്നും എടുത്തു. സോ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി, net electric field at P is equal to vector E is equal to integral 0 to L 2 into dE cos theta. Understood? എന്തുകൊണ്ടാണ് 0 to L വരെ ഇൻ്റഗ്രേറ്റ് ചെയ്തതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. 0 to L വരെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഡയാമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടൈം നമുക്ക് ഇവിടെ നമ്മളെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 0 to L 2 into dE cos theta എന്ന് റെപ്രസെൻറ്റ് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റഗ്രൽ 0 to 2L dE cos theta എന്നും എഴുതാം. ഏത് വേണമെങ്കിലും എഴുതാം. അത് രണ്ടായാലും ഒരേ കോൺസെപ്റ്റ് തന്നെയാണ് വരിക. ഓക്കെ, എന്താ dE cos theta? ഡി എന്താ? 1/4πε0 lambda dx by z² plus x². What is cos theta? Cos theta is adjacent side by hypotenuse root of z² plus x². So what is dE cos theta? Resultant electric field E will be 2 into 1/4πε0 lambda dx by z² plus x² whole raised to 3/2. അതായത് ഒരു 1ഉം 1/2 വരും, 1 + 1/2 3/2 വരും, പിന്നെ ഒരു z ഇവിടെ വരും, ലാംഡ z ഇൻറ്റു ഡി എക്സ്. സോ lambda z by 4πε0. കോൺസ്റ്റന്റുകളെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. തൽക്കാലം നമുക്ക് z ഇവിടെ നിൽക്കട്ടെ. z ഡിവൈഡഡ് ബൈ, പുറത്തേക്ക് എടുത്താലും കുഴപ്പമൊന്നുമില്ല, z² plus x² whole raised to 3/2 into dx integral 0 to L. ഇതാണ് റിസൾട്ടൻറ്റ് ഇലക്ട്രിക് ഫീൽഡ്. മോഡുലസ് വെക്ടർ എഴുതിക്കോ, കാരണം അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് വരിക? ഇലക്ട്രിക് ഫീൽഡിൻ്റെ റിസൾട്ടൻറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് സെറ്റ് ക്യാപ്പ് ആയിരിക്കും. നമുക്ക് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചിട്ട് അവസാനം റിസൾട്ടൻ്റ് അങ്ങോട്ട് അല്ല ഡയറക്ഷൻ അങ്ങോട്ട് ആരോപിച്ചാൽ മതി. ഓക്കെ, സോ ഇതെങ്ങനെ സോൾവ് ചെയ്യാം? ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഇൻ്റഗ്രേഷൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? നമുക്കിതിൽ ഈ ഫിഗറിൽ നിന്ന് നമുക്കൊരു കാര്യം എഴുതാൻ പറ്റും.
ഫ്രം ഫിഗർ നമുക്കിതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 2 സോൾവ് ചെയ്യണം. ഫ്രം ഫിഗർ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് tan theta is opposite side by adjacent side. ഓപ്പോസിറ്റ് സൈഡ് എന്ത് വരും? ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ് ആണ്, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് സെഡ് ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു സെഡ് ടാൻ തീറ്റ. ഈ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എന്താണ്? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഡി എക്സ് കണ്ടുപിടിക്കാം. സെഡിനെ കോൺസ്റ്റൻ്റ് ആക്കിയാൽ സെഡ് സീക്ക് സ്ക്വയർ തീറ്റ ഡി തീറ്റ എന്ന്. ഓക്കെ, ഡി എക്സ് ഇസ് ഈക്വൽ ടു സെഡ് സീക്ക് സ്ക്വയർ തീറ്റ ഡി തീറ്റ. സോ ഈ എന്ത് വരും? റിസൾട്ടന്റ് ഇലക്ട്രിക് ഫീൽഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ 2. E will be equal to 2 lambda divided by 4 pi epsilon naught. ലിമിറ്റ് നമുക്കിപ്പോൾ തൽക്കാലം തീറ്റയുടെ നമുക്ക് പിന്നെ എഴുതാം. ഞാൻ പിന്നെ പറയാം. Z ഇൻറ്റു ഡി എക്സിന് പകരം Z സീക്ക് സ്ക്വയർ തീറ്റ ഡി തീറ്റ ഡിവൈഡഡ് ബൈ Z സ്ക്വയർ പ്ലസ് Z സ്ക്വയർ സീക്ക് സ്ക്വയർ തീറ്റ ഹോൾ റൈസ് ടു 3/2. എന്താണ് ലിമിറ്റ് വരിക? ലിമിറ്റും കൂടി ഒന്ന് എഴുതിയിട്ട് നമുക്കത് കൺക്ലൂഡ് ചെയ്യാം. ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇൻ്റഗ്രേഷനെ എക്സിൽ നിന്ന് തീറ്റയിലേക്ക് മാറ്റി. എക്സ് ഇസ് ഈക്വൽ ടു സെഡ് ടാൻ തീറ്റ എന്നാണ് കൊടുത്തത്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു സെഡ് ടാൻ തീറ്റ. എക്സ് ആണെങ്കിൽ എക്സിൻ്റെ ഇൻ്റഗ്രേഷൻ എന്താ? എക്സ് വേരീസ് ഫ്രം 0 to L ആണ്. അപ്പോൾ എക്സ് 0 ആയാൽ ടാൻ തീറ്റ, എക്സ് ടെൻസ് ടു എക്സ് 0 ആണെങ്കിൽ tan theta tends to 0 or theta is 0. ഇനി എക്സ് എൽ ആണെങ്കിൽ എൽ വരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ tan theta ഈസ് എൽ ബൈ സെഡ്. സോ തീറ്റ ഇസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് എൽ ബൈ സെഡ്. തൽക്കാലം ഇവിടെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. തീറ്റ വേരീസ് ഫ്രം 0 to tan inverse L by Z, which is equation number 3. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ഈ പ്രോബ്ലത്തിൽ വളരെ ലളിതമായിട്ട് എക്സിൻ്റെ വേരിയബിളിൽ നിന്ന് തീറ്റയുടെ വേരിയബിളിലേക്ക് ഈ പ്രോബ്ലത്തിനെ മാറ്റി എഴുതി. സോ യു ക്യാൻ റൈറ്റ് E is equal to 2 lambda divided by 4 pi epsilon naught integral theta varies from 0 to tan inverse L by Z. Z square sec square theta d theta Z square whole raised to 3/2 into 1 plus tan square theta, sorry 1 plus sec square theta. ഇവിടെ ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. Z സ്ക്വയർ ടാൻ സ്ക്വയർ തീറ്റ എന്നാണ് എഴുതേണ്ടത്. എക്സ് ഇസ് ഈക്വൽ ടു സെഡ് ടാൻ തീറ്റയാണ്. സോ സെഡ് സ്ക്വയർ ടാൻ സ്ക്വയർ തീറ്റ. ഈ റിലേഷൻ ഒന്ന് ഇതൊരു ചെറിയ പിശക് പറ്റിയതാണ്. സെഡ് സ്ക്വയർ ടാൻ സ്ക്വയർ തീറ്റ എക്സ് ഇസ് ഈക്വൽ ടു സെഡ് ടാൻ തീറ്റയാണ്. സോ സെഡ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ റൈസ് ടു 3/2 ഈസ് സെഡ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ടാൻ സ്ക്വയർ തീറ്റ ഹോൾ റൈസ് ടു 3/2 എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഹോൾ റൈസ് ടു 3/2. ഈ ഒരു ഐഡിയ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു എററാണ് ഇവിടെ പറ്റിയത്, നമ്മളത് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 3 ഇതാണ്. ഓക്കെ, സോ 2 ലാംഡ ഡിവൈഡഡ് ബൈ 4 പൈ എപ്സിലോൺ നോട്ട് ഇൻ്റഗ്രൽ തീറ്റ വേരീസ് ഫ്രം 0 to tan inverse L by Z Z square sec square theta d theta divided by Z cube. 1 plus tan square theta is sec square theta whole raised to 3/2 എന്നാണ്. അപ്പോൾ എന്തായി? 2 lambda divided by 4 pi epsilon naught integral Z square sec square theta divided by Z cube sec cube theta d theta.
sec square theta ഇതും വെട്ടിപ്പോയി, z square ഇതും വെട്ടിപ്പോയി. So the final result will be 2 lambda divided by 4 pi epsilon naught integral cos theta by z. 1 by sec theta is cos theta by z d theta. Integral theta varies from 0 to tan inverse L by z. Okay, so that will be equal to 2 lambda divided by 4 pi epsilon naught z. Integral cos theta is sin theta. Sin theta varies from 0 to tan inverse L by z. നമുക്കിത് തീറ്റയുടെ നമ്മളിനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ തീറ്റ എന്ന് പറയുന്ന എക്സ്പ്രഷനിൽ നിന്ന് നേരെ എക്സിൻ്റെ ഫോമിലേക്ക് വീണ്ടും റീറൈറ്റ് ചെയ്ത് എഴുതാണ്. നമുക്കൊരു കാര്യം നോക്കാം. വാട്ട് ഈസ് സൈൻ തീറ്റ? ഈ ഫിഗറിൽ നിന്ന് സൈൻ തീറ്റ ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻസ് ഹൈപ്പോട്ന്യൂസ്. നമ്മൾ സാധാരണ എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. പക്ഷെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഇവിടെ തൊട്ട് ഇവിടെ വരെയാണ്. 0 തൊട്ട് എക്സ് 0 ആകുമ്പോൾ സൈൻ തീറ്റ 0 വരും, തീറ്റ 0 വരും, തീറ്റ 0 വരും, സൈൻ തീറ്റ 0 വരും, തീറ്റ 0 വരും. ഇനി എക്സ് എല്ലാം ആകുമ്പോഴോ സൈൻ തീറ്റ എത്ര വരും? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എക്സിന് പകരം എൽ എന്ന് കൊടുക്കുക, എൽ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഓക്കെ, സോ ദ ഇലക്ട്രിക് ഫീൽഡ് ഇ വിൽ ബി 2 lambda divided by 4 pi epsilon naught z. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എൽ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൽ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ മൈനസ് 0. സോ 2 lambda എൽ ഡിവൈഡഡ് ബൈ 4 pi epsilon naught z റൂട്ട് എൽ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. സോ lambda എൽ ഡിവൈഡഡ് ബൈ 2 pi epsilon naught z root of L square plus Z square. This is the expression for electric field, the magnitude of the electric field, and its direction can be represented by the symbol Z cap. Okay, clear ആയി? ഇതാണ് electric field. Okay, നമുക്ക് if this point P is far away from this line segment, that means if point P is far away from the line segment, that is Z is far greater than 2L, or Z is far greater than L. So 1 by root of L square plus Z square will be equal to to 1 by Z. So the electric field E will be lambda L into Z cap divided by 2 pi epsilon naught Z square. That means electric field is proportional to 1 by Z square, just like a point charge. Point charge in electric field 1 by R square, E proportional to 1 by R square dependence നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേ ഡിപ്പെൻഡൻസ് വരും. ഇനി നമുക്ക് അതിൻ്റെ കോൺവേഴ്സ് ഒന്ന് അസ്യൂം ചെയ്യാം. Converse assume ചെയ്യുമ്പോൾ if the line of charge is infinitely long, that means 2L is far greater than Z. Straight line എന്ന് പറയുന്നത് വളരെ വലിയൊരു ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ നമുക്ക് root of L square plus Z square is approximately equal to L എന്ന് കൊടുക്കാം.
So the electric field E will be lambda L divided by 2 pi epsilon naught Z L into Z cap എന്ന് വരും. So lambda divided by 2 pi epsilon naught Z into Z cap expression വരും. So ഒരു infinitely long straight line chargeന്റെ electric field ഈ expression ആണ് വരിക. Infinitely long straight line charge lambda divided by 2 pi epsilon naught. അപ്പോൾ നമ്മളൊരു എന്താ പറയുക പോയിന്റ് ചാർജ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ വളരെ ലാർജ് ആണെങ്കിലും അതേപോലെ തന്നെ ഒരു ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രൈറ്റ് വയർ ആണെങ്കിലും ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നിന്ന് വളരെ ലളിതമായിട്ട് നമുക്ക് കുളുംബ്സ് ലോൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, we can do several examples similar to continuous charge distributions. Continuous charge distribution apply ചെയ്യാവുന്ന we can do several examples in the case of continuous charge distribution. We can find out the electric field using in this fashion. In this fashion you can easily find out the electric field for several different situations. അത്തരം സിറ്റുവേഷൻസ് ഒക്കെ ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകളിൽ അത്തരം പ്രോബ്ലംസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത്തരം പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുന്നത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വളരെയധികം ഗുണകരമായിരിക്കും. ഏറ്റവും വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ലെങ്ത് 2L ൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിഫൈൻ എ ന്യൂ ക്വാണ്ടിറ്റി. ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ഇലക്ട്രിക് ഫ്ലക്സ്. വാട്ട് ഈസ് മീൻ ബൈ ഇലക്ട്രിക് ഫ്ലക്സ്? പ്ലസ് ടു ലെവലിൽ തന്നെ ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് നമ്മൾ പഠിക്കുന്നതാണ്. ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ബേസിക് കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ പ്ലസ് ടു ലെവലിൽ തന്നെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. എങ്കിലും ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ബേസിക് കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു റീജിയൻ ഇങ്ങനെ കൺസിഡർ ചെയ്തു എന്ന് വിചാരിച്ചു. എ റീജിയൻ, വളരെ സിമ്പിളായിട്ട്, അല്ലെങ്കിൽ ഒരു റീജിയൻ, ഒരു ഷീറ്റ്, ഒരു സർഫസ്. You just consider a surface. ഫീൽഡ് ലൈൻസ് ഈ സർഫസ് ക്രോസ് ചെയ്ത് പോകേണ്ടതെന്ന് വിചാരിക്കുക. എക്സാക്ട്ലി ഫീൽഡ് ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ല. അപ്പോൾ നമ്മൾ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഫീൽഡ് ലൈൻസ് പെർപെൻഡിക്കുലർ ആയിട്ടല്ല നമ്മൾ ഈ ഷീറ്റിൽ കൂടെ കടന്നു പോകുന്നത്. ഫീൽഡ് ലൈൻസ് ആർ കമ്മിങ് ലൈക്ക് ദിസ്. ഈ ഡസ്റ്റർ ആണ് ഷീറ്റ് ഓഫ് ചാർജ് അല്ലെങ്കിൽ സർഫസ് ഇമാജിൻ ചെയ്യുക. ഈ പെന്നാണ് ഫീൽഡ് ലൈൻസ് എങ്കിൽ ഫീൽഡ് ലൈൻസ് വരുന്നത് ഈ ഒരു പർട്ടിക്കുലർ, ഇറ്റ് മേക്സ് ആൻ ആംഗിൾ വിത്ത് ദ സർഫസ് എന്നുള്ള രീതിയിലാണ്. എക്സാക്ട്ലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 90 ഡിഗ്രിയിലല്ല വന്ന് വീഴുന്നത്, അല്പം ചെരിഞ്ഞിട്ടാണ് വന്ന് വീഴുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഒരു സർഫസ് അല്ലെങ്കിൽ ഒരു വോള്യൂം അല്ലെങ്കിൽ ഒരു റീജിയൻ, ആ റീജിയനിൽ കൂടെ പാസ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ ദാറ്റ് യൂണിറ്റ് ഏരിയ നോർമൽ ടു എ സർഫസ് ഈസ് കോൾഡ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ സ്ട്രീം ഓഫ് വാട്ടർ ഇങ്ങനെ വരുന്നുണ്ടെന്ന് വിചാരിച്ചോ. നിങ്ങളൊരു ട്യൂബ് എക്സാക്ട്ലി പെർപെൻഡിക്കുലർ ആയിട്ട്, സ്ട്രീം ഓഫ് വാട്ടറിന് എക്സാക്ട്ലി പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കുകയാണെങ്കിൽ
എല്ലാ വാട്ടറും ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പാസ് ചെയ്യും. അണ്ടർസ്റ്റുഡ്? എന്നാൽ if you are keeping the tube like this, only the water particles which are only the stream which are perpendicular to the surface, this surface will pass through. ബാക്കിയൊക്കെ പുറത്തേക്ക് പോകും. അപ്പോൾ വാട്ടർ സ്ട്രീം ഓഫ് വാട്ടർ ഇങ്ങനെയാണ് വരുന്നത്, ഷീറ്റ് ഇങ്ങനെയാണ് പിടിക്കുന്നത് വെച്ചാൽ ഇഫക്റ്റീവായിട്ട് ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന സ്ട്രീം ഓഫ് വാട്ടർ മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുള്ളൂ. അപ്പോൾ അതേ രൂപത്തിൽ ഫീൽഡ് ലൈൻസിന് എക്സാക്ട്ലി പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന സർഫസിന് എക്സാക്ട്ലി പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഫീൽഡ് ലൈൻസ്, നോർമൽ ടു സർഫസ് ആയിട്ടുള്ള ഫീൽഡ് ലൈൻസിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്നുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നത്. മാത്തമാറ്റിക്കലി വളരെ സിമ്പിളായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഡിഫൈൻ പറയാം. തൽക്കാലം നമുക്ക് ഇങ്ങനെ എഴുതാം: ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ദ amount of is a quantity which represents the amount of field lines passing through an area perpendicular to അല്ലെങ്കിൽ normal to the surface. പ്ലസ് ടു തലത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഏരിയ എന്ന് പറയുന്നത്, ഏരിയ എലമെന്റ്, ഡിഫറൻഷ്യൽ ഏരിയ എലമെന്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഡിഫറൻഷ്യൽ ഏരിയ എലമെന്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഈ ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും അറിയണം. ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്കൊരു കർവ്ഡ് സർഫസ് ഉണ്ടെന്ന് വിചാരിച്ചു. ആ കർവ്ഡ് സർഫസിൽ നിങ്ങളൊരു ഡിഫറൻഷ്യൽ ഏരിയ എലമെന്റ് കൺസിഡർ ചെയ്യുക. ഏരിയ നോർമലി നമ്മൾ പ്ലസ് ടു തലത്തിലൊക്കെ ഏരിയനെ സ്കാലാർ ക്വാണ്ടിറ്റി ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുക. പക്ഷേ നിങ്ങളൊരു കർവ്ഡ് സർഫസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇറഗുലർ ഷേപ്പുള്ള ഒരു സർഫസ് എടുത്തു, ആ സർഫസിലെ ഒരു ഡിഫറൻഷ്യൽ ഇൻഫിനിറ്റ്സിമലി സ്മോൾ ആയിട്ടുള്ള ഏരിയ എലമെന്റ് എടുക്കുന്നു. ആ ഏരിയ എലമെന്റ് ഒരു റെക്ടാങ്കുലർ ഷേപ്പ് ആയിരിക്കും, സെയിൻ ഇൻഫിനിറ്റ്സിമലി സ്മോൾ ക്വാണ്ടിറ്റി. നമുക്കതിനെ DA എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ ഏരിയ എലമെന്റിന്റെ ഔട്ട്വേർഡ് നോർമൽ ആയിരിക്കും അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ വെക്റ്റർ DA is equal to DA into n cap. സോ ഏരിയ മൊത്തത്തിൽ നമ്മളൊരു ഒരു സ്പിയർ കൺസിഡർ ചെയ്താൽ സ്പിയറിന്റെ ഏരിയയ്ക്ക് ഡയറക്ഷൻ നമ്മൾ പറയാറില്ല. പക്ഷേ ഏരിയ എലമെന്റ്, ഡിഫറൻഷ്യൽ ഏരിയ എലമെന്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ദാറ്റ് വെക്റ്റർ, അതായത് നിങ്ങൾ ആ സ്പിയറിന്റെ ഒരു വലിയ സ്പെറിക്കൽ ബോൾ ഉണ്ടെന്ന് വിചാരിച്ചോ, ആ സ്പെറിക്കൽ ബോളിൽ നിന്ന് ചെറുതായിട്ടൊരു സ്പെറിക്കൽ ബോളിന്റെ സർഫസിൽ നിന്നൊരു ഡിഫറൻഷ്യൽ ഏരിയ എലമെന്റ് കട്ട് ചെയ്തെടുത്താൽ ഔട്ട്വേർഡ് നോർമൽ ആയിരിക്കും, നോർമൽ ടു ദാറ്റ് സർഫസ്. സപ്പോസ് ദാറ്റ് ദിസ് ഈസ് ദ ഡിഫറൻഷ്യൽ ഏരിയ എലമെന്റ്, then the outward normal will be like this. And if this side, എനിക്ക് അഭിമുഖമായിട്ട് നിൽക്കുന്ന സർഫസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഏരിയ എലമെന്റ് എങ്കിൽ അതിന് ഔട്ട്വേർഡ് ആയിട്ടുള്ള ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ ഔട്ട്വേർഡ് നോർമൽ ആയിരിക്കും അതിൻ്റെ ഡയറക്ഷൻ പറയും. സോ ഈ സർഫസിൻ്റെ ഇത് ഔട്ട്വേർഡ് നോർമൽ, ഈ സർഫസിന് ഇങ്ങനെയും വരും. അപ്പോൾ പലപ്പോഴും നമ്മൾ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നു. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈ സർഫസിനെ ഇങ്ങനെ, ഇപ്പോൾ നമ്മളിങ്ങനൊരു സർഫസ് കൺസിഡർ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ സർഫസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. സർഫസിൽ കൂടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുമ്പോൾ ഈ സർഫസിൻ്റെ ഔട്ട്വേർഡ് നോർമൽ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയും വരുന്നു. സോ ഇൻ ദിസ് കേസ് ഇവിടെ നമ്മൾ ആ ഇലക്ട്രിക് ഫ്ലക്സ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ വരുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർഫസ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചോ. സോ ഇലക്ട്രിക് ഫീൽഡ്
if dA is in this direction, ഇപ്പോൾ നമ്മൾ ഡി എയുടെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് വിചാരിക്കാം, എൻ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ സോറി ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെങ്കിൽ ഇറ്റ് മേക്സ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, സോ നിങ്ങളിവിടെ ഒരു ഡിഫറൻഷ്യൽ ഏരിയ എലമെൻ്റ് എടുത്താൽ ആ ഡിഫറൻഷ്യൽ ഏരിയ എലമെൻറ്റിൻ്റെ ഔട്ട്വേർഡ് നോർമൽ എന്ന് പറയുന്നത് എൻ ക്യാപ്പ് ഈ ഡയറക്ഷനിൽ വരുന്നു. ഇലക്ട്രിക് ഫീൽഡ് ഇറ്റ് മേക്സ് ആൻ ആംഗിൾ തീറ്റ ആണെങ്കിൽ നമ്മൾ ഈ ഒരു ഫോർ ദിസ് എലമെൻറ്റ് electric flux can be defined as d phi is equal to vector E dot dA. Okay, ഈ രൂപത്തിലാണ് നമ്മൾ ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യുക. സോ ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ്, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് is equal to phi is equal to integral d phi is equal to surface integral vector E dot d. ഓക്കെ, ഇതാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. സോ വി ഹാവ് ഡിഫൈൻഡ് ഇലക്ട്രിക് ഫ്ലക്സ്. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് ഡിഫൈൻ ചെയ്തു. സോ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് മാത്തമാറ്റിക്കലി വളരെ സിമ്പിളായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഇലക്ട്രിക് ഫ്ലക്സ് phi is equal to surface integral vector E dot d. If it is a closed surface, we can simply write it as, for a closed surface, it is phi is equal to surface integral E dot d. Okay, so എപ്പോഴാണ് ഫ്ലക്സ് മാക്സിമം ആവുക? phi മാക്സിമം എപ്പോഴാണ് വരിക? ഇയും ഡിയും തമ്മിലുള്ള ആംഗിൾ ബിറ്റ്വീൻ വെക്റ്റർ ഇ ആൻഡ് ഡി എ ഈസ് 0. സോ വെക്റ്റർ ഇ ഡോട്ട് ഡി എ ഈ കേസിൽ എന്ത് വരും? ഇ ഇൻറ്റു ഡി എ ഇൻറ്റു കോസ് 0. കോസ് 0 ഈസ് 1, ഇ ഇൻറ്റു ഡി എ മാക്സിമം. phi എപ്പോഴാണ് മിനിമം വരിക? അല്ലെങ്കിൽ phi 0 വരിക? മിനിമം എന്നുള്ള വേർഡിനേക്കാളും പറ്റും 0 എന്നുള്ള രീതിയിൽ. സോ വെക്റ്റർ ഇ ഡോട്ട് ഡി എ is equal to E into dA into cos 90. Cos 90 is 0. Okay. So നമ്മളുടെ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ വരുന്നു. ഫീൽഡ് ലൈൻസിന് എക്സാക്ട്ലി പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ സർഫസ് കൺസിഡർ ചെയ്യുക വെച്ചാൽ ഡി എ പ്രൈം ഡി എയും ഈ ഡയറക്ഷൻ വരും, ഇയും ഡി എയും സെയിം വരുമ്പോൾ phi മാക്സിമം വരും. ഓക്കെ, ഇനി ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോകുന്നു. സർഫസ് ഇങ്ങനെയാണ് കൺസിഡർ ചെയ്യുക വെച്ചാൽ അതിൽ കൂടെ ആ സർഫസിൽ കൂടെ ഫീൽഡ് ലൈൻസ് ഒന്നും കടന്നു പോകുന്നില്ല, ഫ്ലക്സ് 0 എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഒരു സർഫസിൽ കൂടെ കടന്നു പോകുന്ന ഫീൽഡ് ലൈൻസിന്റെ എണ്ണത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫ്ലക്സ് is equal to surface integral E dot d. Okay, so what is the unit of electric flux? It's very simple. Electric flux, യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ത് വരും? ഇലക്ട്രിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ കുളൂം റേസ് ടു -1. സോ ഫ്ലക്സ് എന്ന് പറയുന്നത് സർഫസ് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി ആണ്. അപ്പോൾ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കുളൂം റേസ് ടു -1. ദിസ് ഇസ് ദ യൂണിറ്റ് ഓഫ് ഫ്ലക്സ്. ഫ്ലക്സിൻ്റെ യൂണിറ്റ് ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ആ കാര്യം ക്ലിയർ ആയി. Now we are going to define one important quantity, that one important topic. That topic is called Gauss's law. Gauss's law. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗോസസ് ലോവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ ഫിസിക്കൽ കോൺസെപ്റ്റും അതിൻ്റെ എന്താ പറയുക എക്സ്പ്ലനേഷൻസും അതിൻ്റെ മാത്തമാറ്റിക്കൽ ഡെറിവേഷനൊക്കെ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ്? വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. യു കൺസിഡർ എ ക്ലോസ്ഡ് സർഫസ്. എന്ത് ഷേപ്പ് വേണമെങ്കിൽ ആവാം, ഞാനിവിടെ എടുത്തു എന്ന് വിചാരിച്ചു. ഈ ക്ലോസ്ഡ് സർഫസിൽ നിന്ന് പാസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഫ്ലക്സ്. വാട്ട് ഈസ് ദ ഫ്ലക്സ് ഡ്യൂ ടു ദിസ് ഫ്ലക്സ് അറൗണ്ട് ദിസ് ക്ലോസ്ഡ് സർഫസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയതിന് ശേഷം പറയാം. ടോട്ടൽ നോർമൽ ഇലക്ട്രിക് ഫ്ലക്സ്
total normal electric flux over a closed surface total normal electric flux. Normal അതായത് സർഫസിന് നോർമൽ ആയിട്ടുള്ള ഫ്ലക്സിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓവർ എ ക്ലോസ് സർഫസ് ഈസ് ഈക്വൽ ടു 1/epsilon0 times the charge enclosed by the closed surface. സോ നിങ്ങൾ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്യുന്നെങ്കിൽ ആ ക്ലോസ്ഡ് സർഫസിലെ ടോട്ടൽ നോർമൽ ഇലക്ട്രിക് ഫ്ലക്സ് മാത്തമാറ്റിക്കലി നമ്മൾ എങ്ങനെ എഴുതാം? സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർഫസ് ഇതാണ്. ഈ സർഫസിൽ കൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് വിച്ച് ഈസ് നത്തിങ് ബട്ട് 1/epsilon0 ടൈംസ് ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ക്ലോസ് സർഫസ്. ഇതിൽ കുറേ ചാർജസ് ഉണ്ടെന്ന് വിചാരിച്ചു. Q1, Q2, Q3 അങ്ങനെ 3 ചാർജ് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എന്ത് എഴുതും? Q1 + Q2 + Q3. ഓക്കെ, അതിനെ സിമ്പിളായിട്ട് നമ്മളിങ്ങനെ എന്ത് എഴുതാം? 1/epsilon0 ടൈംസ് Q എൻക്ലോസ്ഡ്. ഇതിപ്പോൾ ഒരു പോയിന്റ് ചാർജ് ആവണമെന്നൊന്നുമില്ല, കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആവാം, എന്ത് രീതിയിൽ വേണമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ ചാർജസ് ഒന്നും ഇല്ലെങ്കിലോ, ഈ എൻക്ലോസ് ചെയ്ത സർഫസിൻ്റെ ഉള്ളിൽ ചാർജസ് ഒന്നും ഇല്ലെങ്കിലോ ഫ്ലക്സ് 0 ആണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചാർജസ് ഒന്നും ഇല്ലെങ്കിൽ ഇതിൽ നിന്ന് ഫീൽഡ് ലൈൻസ് പുറത്തേക്ക് വരില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഒരു കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഗോസസ് ലോ നമ്മൾ ഡിഫൈൻ ചെയ്തു. അതിൻ്റെ ദിസ് ഈസ് ദ ഇൻ്റഗ്രൽ ഫോം ഓഫ് ഗോസസ് ലോ. സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു Q എൻക്ലോസ്ഡ് ബൈ epsilon0. ഇത് മാത്തമാറ്റിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാം. ദിസ് ഈസ് കോൾഡ് ദ ഇൻ്റഗ്രൽ ഫോം ഓഫ് ഗോസസ് ലോ. മാത്തമാറ്റിക്കലി നമുക്ക് പ്രൂവ് ചെയ്യണം. ദ ടോട്ടൽ നോർമൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു 1/epsilon0 ടൈംസ് ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ക്ലോസ് സർഫസ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഡെറിവേഷൻ ഡിസ്കസ് ചെയ്യും, ഡിഫറൻഷ്യൽ ഫോം ഓഫ് ഗോസസ് ലോ ഡിസ്കസ് ചെയ്യും, അത് കൊളൂംസ് ലോ ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ അപ്ലിക്കേഷനിലേക്കും പിന്നത്തെ വീഡിയോകളിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും. താങ്ക് യു.